ഭീകരരെ ഒന്നൊന്നായി കൊന്നൊടുക്കി ഹമാസിന്റെ ചിറകുകൾ അരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന. ഹമാസിന്റെ ഗസയിലെ പുതിയ തലവൻ മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ സേന വധിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. മെയ് 14 നടന്ന കടുത്ത വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് വാർത്ത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹമാസിന്റെ മുൻ തലവൻ യഹ്യ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. യഹ്യ സിൻവാർ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ യഹ്യ സിൻവാർ ആയിരുന്നു. ഇറാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയെ മൊസാദ് വധിച്ചതിനെ തുടർന്നാണ് യഹ്യ സിൻവാർ ഹമാസിന്റെ തലതൊട്ടപ്പനായത്. യഹ്യയുടെ വധത്തെ തുടർന്ന് മുഹമ്മദ് സിൻവാർ ആ പദവിയിലെത്തി. ഗസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഉന്നത കമാൻഡർമാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് സിൻവാർ. ഭൂഗർഭ കേന്ദ്രത്തിലിരുന്ന ഹമാസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് സിൻവാർ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കൃത്യമായ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ കീഴിലായിരുന്നു ഹമാസിന്റെ കമാൻഡ് നിയന്ത്രണ കേന്ദ്രം. ആക്രമണത്തിന് ശേഷമുള്ള വീഡിയോ ഇസ്രായേൽ സൈന്യം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ആശുപത്രിക്ക് കീഴിലുള്ള തുരങ്കം വീഡിയോയിൽ നമുക്ക് കാണാം. ഈ തുരങ്കത്തിലൂടെയാണ് കമാൻഡ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. സിൻവാറിന് പുറമെ ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ ഒരു ഡസനോളം സഹായികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. ഞങ്ങൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കി, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അറിയിച്ചു. മൊത്തം കണക്കെടുക്കുമ്പോൾ നേതാക്കളും അനുനായികളും അടക്കം മൊത്തം 20,000-ഓളം ഹമാസുകാർ IDF-നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗസയുടെ ഏതാണ്ട് 25% IDF-ന്റെ കീഴിൽ ആയി കഴിഞ്ഞു. മനുഷ്യരെയും ഭീകരരെയും അവർ തരംതിരിച്ച് അരിച്ചെടുക്കുന്നു. ഭീകരരിൽ നിന്ന് സ്വതന്ത്രമായ പ്രദേശങ്ങളിലേക്ക് ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനാണ് മാധ്യമങ്ങൾ പലായനം എന്ന് പറയുന്നത്. ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ഉറവിടങ്ങളുടെ എല്ലാ വാൽവുകളിലായിരുന്ന നെറ്റ്സാരിം ഇടനാഴിയും ഫിയാഡൽഫി ഇടനാഴിയും മൊറാഖ് ഇടനാഴിയും IDF പിടിച്ചതോടെ ഹമാസിന് ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ഇനി അധിക കാലമൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതേസമയം പലസ്തീനികളെ കൊണ്ട് മാത്രം തടിച്ചു കൊഴുക്കുന്നവരാണ് ഹമാസ് നേതാക്കൾ. ഗസയിലെ ജനം പട്ടിണി കിടക്കുമ്പോഴും ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരാവുകയാണ്. ഹമാസിന്റെ സമ്പത്ത് ഈ വിഷമസന്ധിയിലും 8 മില്യൺ USD വരും. പ്രധാന നേതാക്കളുടെ ആർജിത സ്വത്ത് അതിന്റെ 4 ഇരട്ടിയോളം വരുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഗസയുടെ അതിജീവനത്തിനായി ഒരു ബജറ്റ് തയ്യാറാക്കിയാൽ എവിടെ നിന്നും കടമെടുക്കാതെ തന്നെ കേരളത്തെക്കാൾ വലിയ ബജറ്റ് ഉണ്ടാക്കാം. കേരളത്തിന്റെ ബജറ്റ് $1 ദശലക്ഷം വരൂ. ഹമാസിന് ലോകവ്യാപകമായി വരുന്ന ഫണ്ട് അടിച്ചുമാറ്റി ഖത്തറിലും മറ്റും പഞ്ചനക്ഷത്ര ജീവിതം നയിച്ചവരായിരുന്നു ഹമാസിന്റെ മുൻ നേതാക്കൾ. അവർ ഓരോരുത്തരും കോടീശ്വരന്മാരാണ്. അവരുടെ മക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുമ്പോൾ ഗസയിലെ കുട്ടികൾ ഒരു നേരത്തെ റൊട്ടിക്കായി അടിപിടി കൂടുന്നു. എന്നാൽ വൻ തുകകൾ അടിച്ചുമാറ്റി അവർ പാവങ്ങളുടെ ഭക്ഷണങ്ങളിൽ പോലും കൈയിട്ട് വരികയാണ്. അതാണ് ട്രക്ക് മോഷണത്തിലൂടെ വെളിപ്പെടുന്നത്. കുട്ടികൾക്കുള്ള പോഷക വസ്തുക്കൾ വരെയുള്ള ട്രക്കുകൾ തട്ടിയെടുത്ത് സാധനങ്ങൾ വില കൂട്ടി വിൽക്കുകയാണ് ഹമാസിന്റെ രീതി. ഗസയിലെ 8 ട്രക്കുകളിൽ നിന്ന് പലസ്തീനികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം, മൊബൈൽ ഫോണുകൾ, എന്തിന് സിഗരറ്റ് പാക്കറ്റുകൾ വരെ തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുക എന്നതായിരുന്നു ഹമാസ് ചെയ്തു വന്നത്. യുദ്ധം ഇല്ലാത്ത സമയങ്ങളിൽ പലസ്തീനികൾക്ക് UN നൽകിയിരുന്ന പർച്ചേസ് കൂപ്പണുകളിലെ പണവും ഒഴുകുന്നത് ഹമാസിന്റെ പോക്കറ്റിലേക്കാണ്. വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നല്ല ശമ്പളം പറ്റി പ്രവർത്തിക്കുന്നതും ഹമാസ് ഭീകരർ തന്നെയാണ്. ഇപ്പോൾ പ്രശ്നബാധിത മേഖലയിലെ കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ നിയന്ത്രണവും UN ഏജൻസികൾക്കും അതുവഴി ഹമാസിനും തന്നെയാണ്. അതായത് ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തതുകൊണ്ടല്ല ഗാസക്കാർ പട്ടിണി കിടക്കുന്നത്. ഹമാസ് അത് അടിച്ചുമാറ്റി സ്വന്തം കീശ വീർപ്പിക്കുന്നതും ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നത് കൊണ്ടുമാണ്. യൂറോപ്യൻ യൂണിയൻ ഗാസയിലെ കുട്ടികൾക്ക് കുടിവെള്ളത്തിന് 100 മില്യൺ യൂറോയുടെ പൈപ്പുകൾ കൊടുത്തിരുന്നു. ഹമാസ് അത് കുഴിച്ചെടുത്ത് ജൂതന്റെ നേരെ റോക്കറ്റ് വിടാൻ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ തന്നെ പ്രൊപഗണ്ട വീഡിയോ വഴി അവർ അവകാശപ്പെട്ടതാണിത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിലും ജൂതനിട്ട് പണി കൊടുക്കും എന്നതാണ് ഹമാസിന്റെ ഒരു മനസ്സ്. കൂടാതെ UN-ന്റെ അടക്കം ട്രക്കുകൾ ആയുധക്കടത്തിന് ഉപയോഗിക്കുന്നുവെന്നും അതിലുള്ള വസ്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നുവെന്നും അത് സഹായം വേണ്ട ഗാസക്കാർക്ക് ലഭിക്കുന്നില്ല എന്നും ഇസ്രായേൽ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഗസയിലെ ദുരിതം ഹമാസ് നിർമ്മിതമാണെന്നും അവർ ആവർത്തിച്ചിരുന്നു. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രക്ക് കൊള്ള.
എങ്ങനെയാണ് ഇത്രയധികം ഇസ്രായേൽ സർവൈലൻസ് ഉള്ള ഒരു പ്രദേശത്ത് കൊള്ളയടി ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ സംശയമാണ്. അന്താരാഷ്ട്ര സഹായങ്ങൾ സാധാരണ നേരിട്ടല്ല ഗസയിൽ വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രവൃത്തികൾ ഗാസയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്.